മണിപ്പൂരിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണിപ്പൂരിലെ ഓരോ സംഘടനകളും സമാധാനത്തിന്റെ പാതയിലൂടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി. 8500 കോടി രൂപയുടെ പദ്ധതി പ്രധാനമന്ത്രി സംസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ. അടുത്ത വർഷം ജനുവരി 1 യോഗ്യതാ തീയതിയായി നിശ്ചയിച്ചു. ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. ബില്ല് കേന്ദ്ര നിയമത്തിൽ ഭേദഗതി ലക്ഷ്യമിട്ട് സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് അധികാരം നൽകുന്ന ബില്ലിനും അംഗീകാരം. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ലുകൾ അവതരിപ്പിക്കും. മലയാളം സർവകലാശാല ഭൂമിയിടപാടിൽ ആരോപണം ആവർത്തിച്ച് പി.കെ. ഫിറോസ്. നിർമ്മാണയോഗ്യമല്ലാത്ത ഭൂമിയാണ് വാങ്ങിയതെന്നും ജലീലിന്റെ താൽപര്യപ്രകാരമാണ് ഭൂമി ഏറ്റെടുത്തതെന്നും ഫിറോസ്. അദാനിയുടെ പിറക്കാതെ പോയ മകനാണ് പി.കെ. ഫിറോസ് എന്ന് കെ.ടി. ജലീൽ. വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഗുരുതര പരിക്കുകളില്ലെന്ന് പോലീസ്. ആത്മഹത്യാ ശ്രമം കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ.